ഈ വഖഫുമായി ബന്ധപ്പെട്ട വലിയ സമരമാണ് SDPI പ്രവർത്തകർ സംഘടിപ്പിച്ചത്. 2 സമ്മേളനങ്ങളുണ്ടായിരുന്നു. ഒന്ന് കൊല്ലത്തും മറ്റൊന്ന് മലപ്പുറത്തുമായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അവർക്ക് വിശ്രമമില്ല. കാരണം അവരുടെ വീടുകളിലേക്ക് NIA ഇരച്ചെത്തുകയാണ്. ഇന്നും ഉണ്ടായിട്ടുണ്ട്. SDPIയുടെ പ്രവർത്തകരുടെ വീടുകളിലേക്ക് ഈ NIAയുടെ റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ SDPIയുടെ നേതാവ് തന്നെ തീഹാർ ജയിലിൽ വിശ്രമിക്കുകയാണല്ലോ. അവിടെ ആഹാരമെല്ലാം കഴിച്ച് അദ്ദേഹം ദേശീയ പ്രസിഡന്റിന് വലിയ സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത് തന്നെ ജയിലിൽ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും ലക്ഷ്യം NIAയുടെ? കൃത്യമായിട്ടും ഇതിപ്പോൾ ഇന്ന് പുലർച്ചെ 3:30 വാസ്തവത്തിൽ പറഞ്ഞാൽ അതൊരു NIAയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആണെന്ന് പറയാം. കാരണം നമ്മുടെ കേരളം മുഴുവനും ഉറങ്ങുന്ന ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ 5 പേരുടെ വീടുകളിലേക്ക്, അത് മലപ്പുറം മഞ്ചേരിയിൽ ചെങ്ങറ, മംഗലശ്ശേരി, കിഴക്കേത്തല, ആനക്കോട്ടുപുറത്ത് ഈ സ്ഥലങ്ങളിലെ വീടുകളിലേക്കാണ് NIA ഉദ്യോഗസ്ഥർ ഇരച്ചെത്തിയത്. എന്ന് മാത്രമല്ല അവർ അതിൽ 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും SDPI പ്രവർത്തകരാണ്. 2 പേര് സ്വർണ്ണപ്പണിക്കാരാണ്. ഒരാൾ ബ്രാഞ്ച് പ്രസിഡൻ്റാണ്, SDPIയുടെ ബ്രാഞ്ച് പ്രസിഡൻ്റാണ്. ഒരാൾ അവിടെ സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട്, വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഷംനാഥ് എന്ന് പറഞ്ഞ ഒരാളാണ് കസ്റ്റഡിയിലാകാതെ രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. തുടർ നടപടികളിലേക്ക് പോകും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും ഇവരുടെ വീട്ടിൽ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ പരിശോധന നടത്തിയത് എന്നുള്ള വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അനൗദ്യോഗികമായി ചില കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ മലപ്പുറത്തുള്ള പോലീസിനെ, കേരള പോലീസിനെ അറിയിക്കാതെയാണ്, കേരളത്തിലെ ഒരു ഏജൻസിയെയും അറിയിക്കാതെയാണ് NIA നേരിട്ടെത്തി അവിടെ റെയ്ഡ് നടത്തിയത്. കേന്ദ്രസേനയുടെ ചില ഉദ്യോഗസ്ഥരും അവർ CRPFൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞു കേൾക്കുന്നത്, നമ്മളിപ്പോൾ ഈ പാലക്കാട് ശ്രീനിവാസൻ എന്നൊരു RSS നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധനയും ഈ കസ്റ്റഡിയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. പക്ഷെ അത് ഔദ്യോഗികമായി NIA സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും അതിൻ്റെ പുറകിൽ കാരണങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ സ്വർണ്ണപ്പണിക്കാർ 2 പേരെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കൊടുവള്ളി പോലെയുള്ള സ്ഥലത്ത് കരിപ്പൂര് വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം അവിടെ വന്നതിന് ശേഷമാണ് അത് പൊട്ടിക്കൽ ഉൾപ്പെടെ നടക്കുന്നത്. പോപ്പുലർ ഫണ്ട് SDPIയുമായി നാം അവരുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോഴും കള്ളപ്പണവും ഈ സ്വർണ്ണക്കടത്തെല്ലാം വ്യാപകമാണ്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ഫണ്ടുകൾ വരുന്നു. ആ ഫണ്ടുകൾ പോകുന്നതും അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. ഇതോടൊപ്പം തന്നെ ഈ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഈ മതമാറ്റ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യത്തിന് വേണ്ടിയാണെന്ന് നാം പലതവണ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ തുടർച്ചയായിരിക്കും ഇത്. തീർച്ചയായിട്ടും ഈ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്തുമായിട്ട് ഇതിന് ബന്ധമുണ്ടാകാം, അതുപോലെ മതപരിവർത്തനവുമായിട്ട് ബന്ധമുണ്ടാകാം, വിധ്വംസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്. അതിന് നിലവിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിഹാർ ജയിലിൽ ഉണ്ടുറങ്ങി കഴിയുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ SDPIയുടെ ദേശീയ പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആളും ജയിലിലാണ്. SDPIയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ തന്നെ 4-5 റെയ്ഡുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് നടന്നു കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ ഈ പുലർച്ചെ നടന്ന റെയ്ഡ് കേരളത്തിൽ മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും റെയ്ഡ് നടന്നിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കസ്റ്റഡിയിലെടുത്തത് റിഷാദ്, ഖാലിദ്, സൈദലവി, ഷിഹാബ് എന്നിവരാണ് കസ്റ്റഡിയിലെടുത്തത്. ഷംനാഥ് എന്നുള്ള ആളാണ് രക്ഷപ്പെട്ടത്. ആൾ വീട്ടിലില്ലാതിരുന്നതുകൊണ്ട്, സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ടാണ് ആൾ കസ്റ്റഡിയിലാകാതെ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇവരുടെ വീട്ടുകാർക്ക് NIA കൊടുത്തിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇവരെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. അതിനകത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവരെ വിട്ടയക്കും എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ SDPIയുടെ ഓഫീസുകളിലെല്ലാം അല്ല, നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. ഈ കുറച്ച് നാളുകളായി പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് ശേഷം SDPIയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളും അങ്ങനെ മൗനത്തിലായിരുന്നു. ഇപ്പോൾ വഖഫ് വിഷയം വന്നതിന് ശേഷമാണ് അവർ വീണ്ടും ഈ തെരുവിൽ ഇറങ്ങുകയും നാം കൊല്ലത്ത് കണ്ടതാണ്, വലിയ പ്രകടനം ഉൾപ്പെടെ. അങ്ങനെ ഒരു അവർ വീണ്ടും ശക്തിപ്പെടുന്നു എന്നൊരു തോന്നലായിരിക്കുമോ ഈ റെയ്ഡിന് പിന്നിൽ? അത് മാത്രമായിരിക്കാൻ സാധ്യതയില്ല. ഇത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം
ഈ നിരോധിക്കുന്നതിന് 2 വർഷം മുമ്പേ നമ്മുടെ ഏജൻസികൾ അവരെ കൃത്യമായി നിരീക്ഷിക്കാനും പഠിക്കാനും തുടങ്ങി. അവരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് തെളിവുകൾ ശേഖരിച്ച് അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ്, അതിനുള്ള തെളിവുകളും ശേഖരിച്ച് തന്നെയാണ് അതിനെ നിരോധിക്കുകയും ഇവർക്ക് കോടതിയിൽ പോകാം. അത് കോടതിയിൽ കൃത്യമായ രേഖകൾ നൽകിയത് കൊണ്ടാണല്ലോ കോടതി പോലും അത് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിരോധനത്തിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ട്രൈബ്യൂണലിൽ ചെന്നപ്പോൾ നിരോധനത്തെ ശരിവെക്കുകയാണ് ചെയ്തത്. അവർ ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കും. എന്തായാലും കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും തെളിവുകളൊന്നുമില്ലാതെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഇവരെ അങ്ങ് നിരോധിക്കാം എന്ന് തീരുമാനിച്ച് നിരോധിക്കുകയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കോടതിയിൽ നിന്ന് ഒരു പ്രതികൂലമായ വിധി ഈ കേന്ദ്ര സർക്കാരിനോ അന്വേഷണ ഏജൻസികൾക്കോ എതിരെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മഞ്ചേരിയിൽ നടന്ന റെയ്ഡ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വളരെ കൃത്യമായിട്ടുള്ള വിവരം NIA പുറത്തുവിടുമ്പോൾ മാത്രമേ സ്ഥിരീകരിക്കാനാവുള്ളൂ. പാലക്കാട് ശ്രീനിവാസൻ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന UAPA ചുമത്തിയിരുന്നു. ആ കേസിൽ ജയിലിൽ കഴിയുന്ന SDPI പ്രവർത്തകർക്ക് ജാമ്യം കിട്ടി. ആദ്യം ഒരു 17 പേരോളം ജാമ്യത്തിലിറങ്ങി. ഇപ്പോൾ ബാക്കിയുള്ളവരും കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി. അപ്പോൾ ഈ ആദ്യത്തെ ജാമ്യത്തിനെതിരെ NIA സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേരള ഹൈക്കോടതിയിൽ നിന്നാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി NIAയുടെ പ്രാഥമിക വാദം കേട്ടതിന് ശേഷം ഹൈക്കോടതിക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ആ ജാമ്യം കൊടുത്തതിൽ വേണ്ടത്ര അവധാനതയുണ്ടായില്ല, കാര്യങ്ങൾ വേണ്ടത്ര പരിശോധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ജാമ്യം റദ്ദാക്കുകയോ മറ്റ് നടപടികളിലേക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ SDPI പ്രവർത്തകർ പ്രത്യേകിച്ച് അവരുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തപ്പോൾ പലയിടങ്ങളിലും ഇതിനെതിരെ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിരിക്കുന്നത് UDF നേതാക്കളാണ്. ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അവർ തമ്മിലൊരു അന്തർധാരയുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അത് നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കണ്ടതാണ്, ചേലക്കരയിലും നമ്മൾ കണ്ടതാണ്. പക്ഷെ ചേലക്കരയിൽ അവർക്ക് അത്രയും വലിയൊരു വോട്ട് ബാങ്ക് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ചേലക്കരയിൽ LDF ജയിക്കുകയും BJP വലിയ തോതിൽ അവിടെ വോട്ട് പിടിക്കുകയും ചെയ്തത്. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല, അവർക്ക് നല്ലൊരു സംഖ്യ ഏതാണ്ട് 10-55,000 വോട്ടുണ്ട്. ആ വോട്ട് അവർ കൺസോളിഡേറ്റ് ചെയ്ത്, അതായത് മുസ്ലിം ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി, ഈ 3 പേരും കൂടെ ചേർന്നപ്പോൾ ആ വോട്ട് അവർക്ക് കൺസോളിഡേറ്റ് ചെയ്ത് എടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് അവിടെ വലിയൊരു ഭൂരിപക്ഷത്തിന് UDFന് ജയിക്കാൻ സാധിച്ചത്. ആ ജയമുണ്ടായി എന്ന് ഉറപ്പായ ഉടനെ തന്നെ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കൂറ്റൻ പ്രകടനം നമ്മൾ കണ്ടതാണ്. ആരുടെ പതാകയാണ് അതിൽ ഏന്തിയിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. SDPI കൃത്യമായിട്ട് SDPIയും വെൽഫെയർ പാർട്ടിയും എല്ലാം ഇപ്പോൾ UDFൻ്റെ ബാനറിൽ അണിനിരന്നിരിക്കുകയാണ്. അത് കോൺഗ്രസ്സിന് അവർ വലിയ പിന്തുണ കൊടുക്കുന്നു. അതിനുള്ള പ്രത്യുപകാരമാണ് കോൺഗ്രസ് നേതാക്കൾ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ആകട്ടെ അല്ലെങ്കിൽ അവരുടെ നിരോധനത്തിനെതിരെ ആകട്ടെ ഒക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ SDPIക്കും വെൽഫെയർ പാർട്ടിക്കും എല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. കാരണം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, അതാണ് അതിൻ്റെ രഹസ്യം, മറ്റൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ NIA എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പറയണം. അത് താമസിയാതെ NIAയുടെ പത്രക്കുറിപ്പ് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്താണോ അതോ ഈ പാലക്കാട് ശ്രീനിവാസൻ കേസിലെ അതുമായി ബന്ധപ്പെട്ടാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പാവപ്പെട്ട തീവ്രവാദികൾക്കൊന്നും പഴയ പരിപാടി കേരളത്തിൽ നടക്കുന്നില്ലല്ലേ? തീർച്ചയായിട്ടും ഇനി അത് നടക്കുമെന്ന് അവർ കരുതണ്ട. അപ്പോൾ വ്യക്തമായി അവർക്ക് അരിയും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങി വെച്ചോളാൻ പറഞ്ഞവരാണല്ലോ. അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് ഇപ്പോൾ ആരാണ് അരിയും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കേണ്ട അവസ്ഥയിൽ എത്തിയത് എന്ന് സ്വയം അവർ തന്നെ മനസ്സിലാക്കട്ടെ. അങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തന ശൈലി മാറ്റാൻ അവർക്ക് കഴിയട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ NIAയും ഈ പറയുന്നത് പോലെ ഇൻ്റലിജൻസ് ബ്യൂറോയും ഒന്നും വെറുതെ ഇരിക്കുകയല്ല. കേന്ദ്ര സർക്കാർ അവിടെ ഉണ്ടുറങ്ങി സുഖിക്കുകയല്ല. കൃത്യമായിട്ട് രാജ്യസുരക്ഷയെക്കുറിച്ച്, ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ ധാരണകളുണ്ട്. അതിന് ഒരു പോറലേൽപ്പിക്കാൻ ഒരു ശക്തിയെയും അവർ സമ്മതിക്കില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും NIA കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് വരെ എന്തിനാണ് ഈ അറസ്റ്റെന്നും ഈ പരിശോധനയെന്നും ഈ റെയ്ഡെന്നും ഒക്കെയുള്ള ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അതിൻ്റെ രഹസ്യമായിട്ടിരിക്കുന്നു. അത് താമസിയാതെ NIA പരസ്യപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.